എല്ലാത്തിലും ഗൂഗിൾ എവിടെയും മല്ലു ട്രാവലർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോകുന്നത് പോക്സോ കേസ് ആയിരിക്കും. ഒരു കുട്ടികളെ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും ഒരു വൃത്തിയായിട്ട് പരിപാടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടികളെ പീഡിപ്പിച്ചവൻ എന്ന രീതിയിലാണ്, കാരണം പോക്സോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇവരറിയുന്നില്ലേ പരാതി കൊടുത്തയാൾ ഒരു 28, 29 വയസ്സുള്ള യുവതിയാണെന്ന് ഇവരാരും അറിയുന്നില്ല. അപ്പോൾ എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു 10 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ ബുള്ളിങ് വരാൻ തുടങ്ങി. സ്കൂളിൽ എല്ലാവരും നിൻ്റെ ഉമ്മ ഇതല്ല, നിൻ്റെ ഉമ്മ വേറെയാണ്. കാരണം ഇവൻ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ ബുള്ളി ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ വന്നിട്ട് ഉമ്മ അതെന്താ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, വേറെ ആളാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ അത്? ഞാൻ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ 2 മക്കളുടെയും TC വാങ്ങി ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആക്കിയിട്ടില്ല. ഇപ്പോൾ 2 മക്കളും സ്കൂളിൽ പോകണല്ലോ, വീട്ടിൽ നിന്നിട്ട് ഹോം സ്കൂളിംഗ് പഠിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് DNA ടെസ്റ്റ് എടുക്കണമായിരുന്നു. കാരണം അവൻ്റെ പിതാവ് ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ അവനും ചെങ്ങോട്ടാ പോകണം, ഞാൻ ഇങ്ങനെ DNA ടെസ്റ്റിന് പോകുന്നതാണ്, ഞാൻ നിൻ്റെ ഉപ്പയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവനെ അതെന്ത് പപ്പ എൻ്റെ പപ്പയല്ലേ? ഞാൻ പറഞ്ഞു അതല്ല, നമുക്ക് കോടതിയിൽ നമുക്ക് തെളിയിക്കണം, അതിനൊരു ഇതുണ്ട്. അല്ലല്ല പപ്പ എൻ്റെ പപ്പ തന്നെയാണ്, ബ്ലഡ് നമ്മളൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അവനത് ഫീൽ ആവാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു സ്ത്രീ ഇതിന് മുന്നേ ഇവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അത് വെറുതെ തന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിന് പകരം ഇവൻ എനിക്ക് വേണ്ട, ഇവൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഇവൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അന്ന് പണത്തിന് വേണ്ടി മകനെ ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് പിന്നീട് ഈ മകൻ്റെ പേരിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത്. എനിക്കെതിരെ ആരോപണം വന്നപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പക്ഷേ ആരോപണം തെളിഞ്ഞ് ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഒരു മാധ്യമം പോലും ഒരു റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം, അവർക്ക് ഒരാളെ കുറ്റവാളി ആക്കുമ്പോഴാണ് റീച്ച് ഇടുന്നത്, കുറ്റവിമുക്തനായിക്കഴിഞ്ഞാൽ റീച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 25 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. എനിക്കൊക്കെ സംഭവിച്ചത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് തെറ്റുപറ്റലിന് കാരണം ഇങ്ങനൊരു ഡിസിഷൻ എടുത്തോണ്ട് ഞാൻ 25 വയസ്സാകുന്നതിന് മുന്നേ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയി നിങ്ങൾ മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിന് പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുക. 100% നിങ്ങൾ ഡിവോഴ്സ് ആവില്ല. നമ്മൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഡിവോഴ്സ് ആയ ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. ഒരു കല്യാണത്തിൽ നിന്ന് ഒരു പ്രശ്നങ്ങളോട് അവർ പഠിച്ചു. അപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ അവർ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി നോക്കുക. നമുക്ക് പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ ഡിവോഴ്സ് ആയ ആൾക്കാർക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ആദ്യത്തെ ഭാര്യ പോയതിനു ശേഷം എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കല്യാണങ്ങൾ നോക്കി. പക്ഷെ ആർക്കും തന്നെ വേണ്ടായിരുന്നു. അവോയ്ഡ് ചെയ്ത് വിടുക. നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങൾ ചെയ്യും. കാരണം അവർക്ക് വേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്താൽ മാത്രമേ അവർ ഉദ്ദേശ ഫലം കിട്ടുള്ളൂ, റീച്ച് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആരും എന്ത് പറഞ്ഞാലും മിണ്ടാതെ ഒഴിവാക്കി വിടാം. പക്ഷേ നമുക്ക് ഒരു സൈലൻ്റ് ആണ് എപ്പോഴും എന്ന് പറയുന്നത് ഇതിനുള്ള ഏറ്റവും വലിയൊരു ആൻസർ എന്ന് പറയും. കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അത്രയും വലിയ റിസ്ക് എടുത്തത്. പക്ഷെ നിലവിൽ അങ്ങനെ അഡ്വഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളാണ്. കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളികളുണ്ട്. ഇപ്പം നമുക്ക് പല മൂവീസിൻ്റെ റിവ്യൂ ആണെങ്കിൽ എന്താണ് നമുക്ക് ഇവരെ കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കറിയാം ജനങ്ങൾക്ക് ഇഷ്ടം ഇവരെയാണ്. ഫേക്കാക്കി നിന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം വ്യൂവേഴ്സിന് എപ്പോഴും അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവരിപ്പോഴും പാവങ്ങളാണ്. പാവങ്ങൾ, അതാണ് അതിൻ്റെ ഒരു മീനിങ്. നമ്മളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ അവൻ ഭയങ്കര ചാള. കാരണം എന്താ, അവൻ തുടങ്ങിയത് ഒരു പഴയ ബനിയെന്നും ഒരു പൊട്ടിയ iPhone 6 എന്നാണെങ്കിൽ ഇപ്പോൾ അവൻ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ക്ലോത്തും അല്ലെങ്കിൽ ഒരു ഡിജയുടെ ക്യാമറാസും ഡ്രോണും അവൻ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പാണ്. അപ്പം ചാടിയായി. സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ പാവങ്ങളും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് സീറോയിൽ നിന്നും ഒരു ലെവലിൽ എത്തിയവൻ എപ്പോഴും ചാടി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹായ് ഹലോ നമസ്കാരം. സൈന സൗത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. മല്ലു ട്രാവലറാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. താങ്ക്സ്. ഒരു വർഷം മുൻപേ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുള്ളൊരു വാർത്തയുണ്ടായിരുന്നു, മല്ലു ട്രാവലിനെതിരെയുള്ള ഒരു പോസ്കോ കേസ്. ഇപ്പം ഈ കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആക്ച്വലി അത് 1 വർഷമല്ല, ഇപ്പം 2 വർഷം ആവാറായി. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഡിസംബറിലായിരുന്നു, 1.5 വർഷമായി. കേസിൽ വിധി വന്നു. കോടതി എന്നെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് വെറുതെ വിട്ടു. ഇപ്പം ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ കാഷ്വലായിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഈ ഒരു വാർത്ത എങ്ങനെ ഫേസ് ചെയ്തത്?
ലൈഫിൽ നമുക്ക് എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് കെയർ ചെയ്യാറില്ല. ഞാനിപ്പം പല യാത്രകൾ ചെയ്യുമ്പോഴും നമ്മൾ പല തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. ചില രാജ്യങ്ങളിൽ നമ്മൾ ചിലപ്പം അവരുടെ ഇമിഗ്രേഷൻ്റെ കീഴിൽ നമ്മൾ ഇപ്പം ഇറാനിലൊക്കെ ഞാൻ അണ്ടർവെയറിൻ്റെ പുറത്ത് 9 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട്. ചില മിലിറ്ററിയുടെ അടുത്തായിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ലോക്കായി പോകും, വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് പോകും. അപ്പം അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള പല നിമിഷങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുല്ല് പോലെ, എൻ്റെ ഭാഷ പറഞ്ഞ ഒരു കോമഡി ആയിട്ട് ഞാൻ എടുക്കാറുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജീവനല്ല, ഇവിടെ പണയം വെക്കുന്ന നമ്മുടെ മാനമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അഭിമാനമാണ്. ഇപ്പം നമ്മുടെ അഭിമാനത്തിനെതിരെയാണ് ഒരു ആരോപണം വന്നത്. അപ്പം ഇതിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണെങ്കിൽ ഇതേ സ്വഭാവത്തിലുള്ള കേസ് മുന്നേയും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കല്യാണം കഴിക്കുന്നു, ആ കല്യാണം കഴിച്ചു, നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുമ്പം പെട്ടെന്ന് ആ കല്യാണത്തിൽ നിന്നും ഓപ്പോസിറ്റ് ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നമ്മുടെ പങ്കാളി പിന്മാറുന്നു. അവർ അതിൻ്റെതായ രീതിയിൽ ഒരു റീസൺ ഉള്ളതുകൊണ്ട് പിന്മാറിയിട്ട് അവർ പോകണം. ആ പിന്മാറിയിട്ട് പോയി അങ്ങനെ പോകണം. പക്ഷെ അവരങ്ങനെ പോവാതെ പിന്നെയും പലപ്പോഴും നമുക്കെതിരെ കേസ് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് ഇങ്ങനെ പിന്നെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പോക്സോ പോലുള്ളൊരു കേസ് കൊടുത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഓക്കെ. ഇപ്പം മല്ലു ട്രാവലർ ഈ കേസിന് പിൻപ് നോക്കുകയാണെങ്കിൽ ഇപ്പം മല്ലു ട്രാവലർ എന്താണ്? ശരിക്കും ഈ കേസുകൾ വന്നത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ എൻ്റെ ലൈഫ് ഒരു സ്വകാര്യമായിട്ട് ഞാൻ എന്താ പറയുക, അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ. പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടാമത് വ്ളോഗിങ് എന്നതായിരുന്നു അതിന് മുന്നേ എൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മൊത്തം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് തോന്നി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നതാണെന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി, ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം 2023-24 കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ 24 എന്നുള്ള വർഷം മുഴുവനായിട്ടും എന്ന് തന്നെ പറയാം, ഞങ്ങൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിൾ ആവാൻ തുടങ്ങി. സോ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ റവന്യൂ എന്ന് പറയുന്നത് അതായിരുന്നു നമ്മുടെ പ്രധാന വരുമാന മാർഗ്ഗമെങ്കിൽ ഇപ്പം നമ്മുടെ പ്രധാന വരുമാന മാർഗത്തിൻ്റെ ഒരു 10% മാത്രമേ സോഷ്യൽ മീഡിയ വരുമാനമുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഈ 2 കേസുകൾ വന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന വെച്ചാണ്. ഇപ്പം ഡിവോഴ്സ് ആവുന്ന ഒരു പാരൻസ്, അപ്പം അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും. അപ്പം മകനെ ഇത് ശരിക്കും എങ്ങനെയാണ് ബാധിച്ചത്? അവൻ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവനാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ചാനലുകളിൽ ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് അവരെന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എൻ്റെ ഉമ്മാനെ പീഡിപ്പിച്ചു, വേറെ ആൾക്കാരെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ കുപ്പിയെടുത്ത് ഇങ്ങനെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അവർ ചെയ്തു, ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്ക്സോ മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ പേഴ്സണലി എന്നെ അറിയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, കാരണം നമ്മൾ പല സ്വകാര്യ നിമിഷങ്ങളിലും അവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിന് മാറി നിൽക്കാതെ ചെയ്യാറ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഞാനത് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു 10 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ ബുള്ളിങ് വരാൻ തുടങ്ങി. സ്കൂളിൽ എല്ലാവരും നിൻ്റെ ഉമ്മ ഇതല്ല, നിൻ്റെ ഉമ്മ വേറെയാണ്. കാരണം ബയോളജിക്കൽ മദർ വേറെ ആണെങ്കിലും എൻ്റെ ഭാര്യയാണ് അവന് ഉമ്മാനെ പോലെ നോക്കുന്നത്, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ലൈഫിൽ അവൻ ഉമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ വൈഫിനാണ്. അപ്പം ആ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. കാരണം ഇവൻ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ ബുള്ളി ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ വന്നിട്ട് ഉമ്മ അതെന്താ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, വേറെ ആളാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ അത്? അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡായി. ഞാൻ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ 2 മക്കളുടെയും TC വാങ്ങി ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആക്കിയിട്ടില്ല. ഇപ്പം 2 മക്കളും സ്കൂളിൽ പോകണല്ലോ, വീട്ടിൽ നിന്നിട്ട് ഹോം സ്കൂളിംഗ് പഠിക്കുന്നത്. ഈ ഒരു റീസൺ കാരണം മാത്രം. പിന്നെ എൻ്റെ മകൻ എന്നുള്ളത് ഒരു നാഷണൽ ലെവൽ ഒരു മോട്ടോക്രോസ് റേസറാണ്. കേരളത്തിൽ തന്നെ 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ മോട്ടോക്രോസ് റേസിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുന്നത്. അതും ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് പോലത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിങ് ലീഗ്, IPL പോലെ തന്നെയുള്ള ലീഡിങ് ലീഗാണ്. ആ ലീഗിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ റേസറായിരുന്നു എൻ്റെ മോൻ. അവന് 8-9 വയസ്സ് പോലും തികക്കുന്നതിന് മുന്നേ അവൻ ആ റേസിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത മലയാളികളിലും അവൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, വേറൊരു കുട്ടി ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ, മലയാളിയാണ്. ടാലൻറ്റഡ് ആയ അല്ലെങ്കിൽ അത്രയും ഒരു ഫ്യൂച്ചറുള്ള ഒരു സ്പോർട്ടിൽ റൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ നിയമക്കുരുക്കിപ്പെടുത്തിയിട്ട് അതും അവരില്ലാക്കി. അത് ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെതിരെ അവന് വേണ്ടി കേസ് കൊടുത്തിട്ടും അവൻ്റെ കാര്യത്തിന് കേസ് കൊടുത്തിട്ട് അവരതില്ലാണ്ടാക്കി. പക്ഷേങ്കിൽ
ഒരു പൊതുവായ ഒരു ജനങ്ങളപ്പം വിചാരിക്കുമ്പോൾ അതൊരു ബയോളജിക്കൽ മദർ അല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അവകാശം ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു സ്ത്രീ ഇതിന് മുന്നേ ഇവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അത് വെറുതെ തന്നതല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണത്തിന് പകരം എനിക്ക് വേണ്ട, ഇവൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഇവൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട എഗ്രിമെൻറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് പണത്തിന് വേണ്ടി മകനെ ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് പിന്നീട് ഈ മകൻ്റെ പേരിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത്. അതുപോലെ തന്നെ മകൻ്റെ പാസ്പോർട്ട്, ഇപ്പോൾ മാസി ഷാക്കിർ എന്ന് പറഞ്ഞ എൻ്റെ മകൻ്റെ പാസ്പോർട്ടിൽ അവൻ്റെ ബയോളജിക്കൽ മദറിൻ്റെ പേരുണ്ടാവില്ല, രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ആ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. പണം തന്നാൽ ഞാൻ വന്ന് എവിടെ വേണം ഒപ്പിട്ട് തരാം, ഇതായിരുന്നു അവരുടെ മൈൻഡ്. കാരണം അവനെ സ്കൂളിൽ ചേർക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾക്കോ ചേർക്കുമ്പോൾ അവിടെ ബയോളജിക്കൽ മദറിൻ്റെ ഒരു പേരുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മദറിൻ്റെ പ്രസൻസ് ഇല്ല, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട പാസ്പോർട്ട് ഓഫീസറെ കോഴിക്കോട് പോയി കണ്ടു, സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞത് ഈ വ്യക്തി ഫിസിക്കലി കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ വന്ന് അവിടുത്തെ ലെറ്ററിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ, എഴുതി ഒപ്പിട്ട് തരുവാണെങ്കിൽ നമുക്ക് പേര് മാറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പണം കൊടുത്തു, ഓഫർ ചെയ്തു, വന്നു, സൈൻ ചെയ്തിട്ട് പോയി. അപ്പോഴൊന്നും അവർക്ക് മക്കൾ അല്ല മകൻ എന്ന് പറയുന്ന ഒരു വികാരം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ വളർന്നു വരുന്നു. അവരാണെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ലൈഫ് താഴേക്ക് പോകുന്നു, ഞങ്ങളുടെ ലൈഫ് ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അവർക്കൊരു അസൂയ ഉണ്ടാവും. അപ്പോൾ ആ അസൂയക്കുള്ളൊരു മരുന്നായിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു കേസ് കണ്ടത്. ഇങ്ങനെ കേസ് കൊടുത്താൽ ഞാൻ തകരുമെന്ന് അവർക്കറിയാം. ആരോപണം ഉന്നയിച്ചു, അത് മീഡിയാസിൽ പോയി കംപ്ലീറ്റ് ആയിട്ട് അത് വൈറലാക്കി. പിന്നെ എല്ലാവർക്കും ശത്രുക്കളുണ്ടാവും. എനിക്കിപ്പോൾ 67 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ഡബിൾ ശത്രുക്കൾ എനിക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റുപിടിച്ചു. അങ്ങനെയാണ് ശരിക്കും ഈ കേസ് ഇത്ര ഒരു വലിയൊരു വിവാദത്തിലേക്ക് വന്നത്. പക്ഷേങ്കിൽ ആ കേസ് നമ്മൾ ഒന്നും പ്രതികരിച്ചില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളത് വളരെ നിയമപരമായിട്ട് നേരിട്ടു. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഞങ്ങളുടെ ഇന്നസെൻസ് തെളിയിച്ചു. അങ്ങനെ ആ കേസ് അവിടെ തീർന്നു. ഇപ്പം ഈ ഒരു കേസിൻ്റെ വിധി വന്നിട്ട് ഇപ്പോൾ ഒരു 6 month ആയി. അപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇതിനെക്കുറിച്ചൊരു മല്ലു ട്രാവൽ സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കെതിരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെതിരെ ഒരാളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം തെളിയുന്നത് വരെ എനിക്കതിനെ ന്യായീകരിക്കാൻ, അതിനെപ്പറ്റി സംസാരിക്കാൻ അവകാശമില്ല. നിയമപരമായിട്ട് എനിക്കതിന് അവകാശമില്ല. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അവരെല്ലാ ചാനലുകളിലും പോയി ഇൻ്റർവ്യൂ കൊടുക്കും, നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞ് എല്ലാ ചാനലുകളിലും മല്ലു ട്രാവലർ അങ്ങനെയാണ്, പീഡന കേസിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പോക്സോ കേസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാ ഗൂഗിളിലും അവിടെ ഇവിടെ ഒക്കെ എല്ലാത്തിലും ഗൂഗിൾ എവിടെയും മല്ലു ട്രാവലർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോകുന്നത് പോക്സോ കേസായിരിക്കും. ഈ രീതിയിൽ അവർ വൈറലാക്കും. അങ്ങനെ നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ കേസ് ജയിച്ചു. കേസ് ജയിച്ച് കേസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. കാരണം ഉടനെ ഇവർ അടുത്ത കേസ് കൊണ്ട് ഫയൽ ചെയ്തു, ഡിഫോമേഷൻ കേസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവർ ഒരു കേസ് കൊടുത്തു, ആ കേസിൽ ഞങ്ങൾ ജയിച്ചു. ആ ഞങ്ങൾ ജയിച്ച വിവരം ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കെതിരെ ഇവർ പിന്നെയും അടുത്ത നിയമമായിട്ട് വന്നു. ഇനി ഈ കേസ് തീരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു നിയമത്തെ ഇങ്ങനെ ഉപയോഗിക്കില്ല ഇവർ. ഒരു വ്യക്തിയുടെ ലൈഫ് തകർക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ ഉപയോഗിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ആരോപണം വന്നപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. പക്ഷേ ആരോപണം തെളിഞ്ഞ് ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഒരു മാധ്യമം പോലും ഒരു റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം, അവർക്ക് ഒരാളെ കുറ്റവാളി ആക്കുമ്പോഴാണ് റീച്ച് കിട്ടുന്നത്. കുറ്റവിമുക്തനായിക്കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ല. അവർ ഒരു റിയലായിട്ട് സത്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ, സത്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? അവർ ചെയ്യേണ്ടത് എന്നെ റിലീസാക്കിയപ്പോഴും അല്ലെങ്കിൽ എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും അവരെന്ത് ചെയ്യണമായിരുന്നു, വാർത്ത അവർക്ക് കൊടുക്കണമായിരുന്നു. കാരണം റെക്കോർഡിക്കലി കോടതിയിൽ നിന്നുള്ള പേപ്പറോ കാര്യങ്ങളോ എന്താ വെച്ചാൽ അവർ കിട്ടും, ഓർഡറിൻ്റെ കോപ്പിയൊക്കെ അവർ കിട്ടും. അത് വെച്ച് അവർക്ക് ഇങ്ങനെ പറയായിരുന്നു മല്ലു ട്രാവലറിനെ പോക്സോ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ ആരും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഏതായാലും ജനങ്ങൾക്ക് സത്യം അറിയാം, ജനങ്ങൾ എങ്ങനെയെങ്കിലും സത്യം അറിഞ്ഞോളൂ, നമ്മളേതായാലും അതിൻ്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. കാരണം പിന്നെയും നമ്മൾ ഇതിൻ്റെ പുറകിൽ ഓടിയിട്ട് നമ്മുടെ എനർജി കളഞ്ഞതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മൂവ് ഓൺ ചെയ്താൽ. അതിനാണ് മൂവ് ഓൺ ചെയ്ത് വിട്ടത്. ഈ കേസിന്റെ കറക്റ്റ് സ്റ്റാറ്റസ് ഇപ്പം ഞാൻ ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കി. അവർ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു തെളിഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ കുറ്റവിമുക്തനാക്കി. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തന്നെ മീഡിയാസിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം നീതിന്യായ വ്യവസ്ഥ ഒരുപാട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള നിരപരാധികളൊക്കെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. പലരും ശ്രമിച്ചിട്ടും പല കള്ളക്കേസുകൾ കൊണ്ടുവന്നിട്ടും എൻഡ് ഓഫ് ദി ഡേ കോടതിക്ക് സത്യം ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള നിരപരാധികളൊക്കെ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകും. ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം
സംസാരിക്കുന്ന പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വരുന്നത്. ഇതൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാകുമ്പോൾ ഒത്തിരി ബുള്ളിങ്സ് നമുക്ക് നേരിടേണ്ടി വരും. ഇതെങ്ങനെ ഫേസ് ചെയ്യണം? ഞാൻ പേഴ്സണലി സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എൻ്റെ ടീമാണ്. ഇപ്പം ഇവിടെ നാട്ടിൽ വന്നുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കില്ല, ഒഴിവാക്കിയിട്ട് പോകാറ്. എൻ്റെ യൂട്യൂബ് ഞാനല്ല, വീഡിയോസ് അപ്ലോഡിങ് ഞാൻ എഡിറ്റ് ചെയ്യും, അത് അവർക്ക് ഗൂഗിൾ ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നില്ല, അപ്ലോഡിങ് വേറെ ആൾക്കാരാണ്. ഫേസ്ബുക്ക് ഞാനല്ല, ഞാൻ തീരെ ഉപയോഗിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നതെന്ന് ഞാൻ നോക്കാറില്ല. പിന്നെ ഒരു വ്യൂവേഴ്സിന് എപ്പോഴും ഒരു ഇൻഫ്ലുവൻസറെ വിമർശിക്കാനും അവർ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനുള്ള അവകാശമുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ കുട്ടികൾ, നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ അതിനെ വളർത്തി അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ വലുതാക്കി കൊണ്ടുവരുന്നൊരു കുട്ടിക്ക് പ്രായമായി കഴിഞ്ഞാൽ അവൻ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം വ്യൂവേഴ്സിൻ്റെ ഒരു കുട്ടിയാണ്. ഒന്നുമില്ലാത്തൊരു വ്യക്തിയെ അവനെ ഉയർത്തി കൊണ്ടുവന്ന് അവനൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റുണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് വിമർശിക്കാൻ പറ്റും. അത് റിയൽ ഫോളോവേഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഒരാളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വിമർശനത്തിൻ്റെ രൂപം മാറും. പക്ഷെ അവരൊരിക്കലും ഈ പറയുന്ന പോലെ ഉയർത്തി കൊണ്ടുവന്നവരായിരിക്കില്ല. അവർ ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നു എന്ന് കാണുമ്പം അപ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതാണ് അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരുന്നത്. ഒന്ന് മൈൻഡാക്കാതെ പോയാൽ മതി. വാട്ട് എവർ നമ്മൾ ജോക്കർ മൂവിയിൽ പറഞ്ഞ പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ് ദം പാർക്ക്, അത്രേ ഉള്ളൂ. ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് നല്ല സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ വ്ളോഗർ ആയിരുന്നു മല്ലു ട്രാവൽ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് പണ്ടുള്ള അത്ര വ്യൂസ് ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മല്ലു ട്രാവലിന് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങിയത്? മല്ലു ട്രാവലിന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പം വീഡിയോസ് കാണുന്ന പല ചാനലുകൾക്കും വ്യൂവേഴ്സ് വരുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനായാലും സുജിത് ഭക്തനായാലും, സുജിത്തും ഞാനൊക്കെ ഇനീഷ്യൽ ഉണ്ടായിരുന്നു, ഈ വിളിച്ചിട്ടിൻ്റെ ആണെങ്കിൽ ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സ് ആവുന്നത്. കാരണം നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു, എന്നാൽ മാത്രം റീച്ച് കിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്, അത്രയും വലിയ റിസ്ക് എടുത്തിട്ട്. അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ്, ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ച് ആക്കിയത്. പക്ഷെ നിലവിൽ അങ്ങനെ അഡ്വഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളാണ്. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് കോമാളികളാണ്. കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളികളുണ്ട്. ഇപ്പം നമുക്ക് പല മൂവീസിൻ്റെ റിവ്യൂ ആണെങ്കിൽ എന്താണ് നമുക്കിവരെ കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഇവർക്കറിയാം ജനങ്ങൾക്ക് ഇഷ്ടം ഇവരെയാണ്. മല്ലു ട്രാവലറിൻ്റെ ഇൻ്റർവ്യൂവിന് എത്ര വ്യൂവേഴ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇതേ ചാനലിൽ ഈ പറയുന്ന വ്യക്തികളുടെ ആരുടെ ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടാവും, റീച്ച് കൊടുക്കും. കാരണം ജനങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അങ്ങനെ അതിലുപരി അവർക്ക് കളിയാക്കാൻ പറ്റുന്നത്, അവർക്ക് മനസ്സുകൊണ്ട് ഈ എന്ന് പറയാൻ പറ്റുന്നത് താഴോട്ടേക്ക് അവരെക്കാളും താഴെയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ മൊത്തം മാറിയിട്ടുള്ളത്. ഈ സക്സസിൻ്റെ കൂടെ വിവാദങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാൾ എന്നൊരു പേരും കൂടി മല്ലു ട്രാവലിനെ എപ്പോഴും പറയാറുണ്ട്. വിവാദങ്ങൾ തേടിപ്പോകുന്നതാണോ, വിവാദങ്ങൾ മല്ലു ട്രാവലിനെ തേടിത്തുന്നതാണോ? വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു കർഷകനാണ്. അപ്പം ഞാൻ ഒരു വിവാദത്തിൽ പെടുന്ന ആവശ്യങ്ങളില്ല. കാരണം എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ, എൻ്റെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നേരെ പക്ഷേ നമ്മുടെ ചുറ്റും ഒരു 100 പേരുണ്ടെങ്കിൽ ആ വിവാദത്തിന് കുറച്ച് സ്ട്രോങ് ആവും. 1000 പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവും. 10,000, 1,00,000, 1 മില്യൺ, 10 മില്യൺ, എത്രത്തോളം നമുക്ക് വ്യൂവേഴ്സ് കൂടുന്നത്, എത്രത്തോളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടോ അത്രത്തോളം ഒരു വിവാദത്തിനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു 100 ഫോളോവേഴ്സിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അതേ കാര്യം 1 മില്യണിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 1 മില്യൺ സ്ട്രോങ്ങിൽ അത് വരും. കാരണം ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് റിപ്ലൈ വീഡിയോ ചെയ്യാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇങ്ങനെയാണ് വിവാദങ്ങൾ വരുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ എന്നുള്ള വ്യക്തി ഞാൻ വളരെ നാച്ചുറലാണ്. ഞാൻ ആക്ട് ചെയ്യാറില്ല. ഞാൻ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ എവിടെയാണെങ്കിലും എനിക്കൊരിക്കലും ആക്ട് ചെയ്യാറില്ല. അപ്പം ഞാൻ യൂട്യൂബിൻ്റെ റവന്യൂ കേരളത്തിൽ ഫസ്റ്റ് വെളിപ്പെടുത്തി എൻ്റെ ചാനൽ വഴിയാണ്, മലയാളത്തിൽ. കാരണം ആ സമയത്ത് എല്ലാവരുടെയും വിചാരം യൂട്യൂബ് റവന്യൂ പറഞ്ഞ ചാനൽ അടിച്ചു പോകുന്നു. ഞാൻ മലയാളത്തിൽ റവന്യൂ വെളിപ്പെടുത്തി. മറ്റു പലരും യൂട്യൂബേഴ്സ് ആയിട്ട് കൂടി അവരുടെ
ലൈഫ് സ്റ്റൈൽ അവർ വീഡിയോയിൽ വരുമ്പോൾ അവർ വളരെ ഒരു നോർമൽ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പം നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ആ പൈസ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണിക്കാൻ തുടങ്ങി. നമ്മൾ വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങി, വീടുകൾ വാങ്ങാൻ തുടങ്ങി, അതുപോലെ മറ്റ് വില കൂടി വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഓക്കെ അപ്പം യൂട്യൂബ് നല്ല പൈസ കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ഈ ഒരു ചിന്താഗതിയിലാണ് പല യൂട്യൂബേഴ്സും വരുന്നത്. ഒരാൾ ഒരു ജോലി ചെയ്ത് സക്സസ് ആയി കാണിച്ചു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റൂ. പല പേരൻസും ഒരുപക്ഷെ ഇപ്പം ഞാൻ ഒന്നും കാണിക്കാതെ എനിക്കൊരു മാസം ഒരു 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് വെച്ചോ, ഞാനൊരു 500 രൂപ വരുമാനം കിട്ടുന്നതിനെ പോലെ ഒരു ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് യൂട്യൂബിന് മുമ്പിൽ ഒന്ന് ദാരിദ്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഒരു ഫാമിലിയിലെ ഒരു പയ്യൻ എനിക്ക് യൂട്യൂബർ ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ശരിയില്ലല്ലോ. നേരെ മറിച്ച് ഞാനൊരു 4 ലക്ഷം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് എൻ്റെ ലൈഫ് മെച്ചപ്പെടുത്തി കാണിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ തന്നെ അവനോട് പറയും പോയി ചെയ്യടാ യൂട്യൂബ്, നിങ്ങൾ തന്നെ ക്യാമറ വാങ്ങി കൊടുക്കും. കേരളത്തിലെ പല ബിഗിനിങ് യൂട്യൂബേഴ്സിനും ഞാൻ മാത്രമല്ല എന്നെപ്പോലെ മറ്റ് പലരും ഉണ്ട് ലൈഫ് സ്റ്റൈൽ ചെയ്ത് അവരുടെ സക്സസ് കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ വ്യൂവേഴ്സിന് മുമ്പിൽ നമ്മൾ ഫേക്ക് ആക്കി നിന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം വ്യൂവേഴ്സിന് എപ്പോഴും അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവരിപ്പോഴും പാവങ്ങൾ അതാണ് അതിൻ്റെ ഒരു മീനിങ്. നമ്മളെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ അവൻ ഭയങ്കര ചാട. കാരണം എന്താ, അവൻ തുടങ്ങിയത് ഒരു പഴയ ബനിയെന്നും ഒരു പൊട്ടിയ iPhone 6 എന്നാണെങ്കിൽ ഇപ്പോൾ അവൻ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ക്ലോത്തും അല്ലെങ്കിൽ ഒരു ഡിജെയുടെ ക്യാമറാസും ഡ്രോണും അവൻ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പാണ്. അപ്പം ചാടിയായി. സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ പാവങ്ങളും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് സീറോയിൽ നിന്നും ഒരു ലെവലിൽ എത്തിയവൻ എപ്പോഴും ജാടയും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ട്രാവൽ വ്ളോഗിംഗ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു വാർത്തയാവാറുണ്ട്. സോ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ്? ഞാനത് കെയർ ചെയ്യാറില്ല. കാരണം ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ലഹരി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല, ഡ്രിങ്ക്സ് കഴിക്കില്ല, ഒന്നും കഴിക്കാറില്ല. ഞാൻ ക്ലബ്ബിൽ പോകാറുണ്ട്, പബ്ബിൽ പോകാറുണ്ട്. ഏത് കൺട്രി പോയാലും ഞാൻ ക്ലബ്ബിൽ പോകും, പബ്ബിൽ പോകും, ഒക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ സ്റ്റോറീസും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ചെയ്യും. കാരണം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫാണ്. എനിക്ക് നാളെ ഇപ്പം യു എയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ ഞാൻ നാളെ എൻ്റെ ഒരു സുഹൃത്ത് ചിലപ്പോൾ അത് പെണ്ണായിരിക്കും, ഞാനിപ്പോൾ അവരുടെ കൂടെ ഞാൻ വണ്ടിയിൽ പോകുന്നു, ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ബൈക്കിൽ എൻ്റെ പുറകിലിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫാണ്. ഇതൊന്നും ആരും ഡ്രാഗ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ യു എയിലൊക്കെയാണ് നമുക്കത് പ്രശ്നം വരുന്നില്ല, ഇങ്ങനെ ആൾക്കാർ ഇത് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ നാട്ടിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു കസിന് മാംഗ്ലൂർ പോയപ്പോൾ ഒരു കസിനെ എൻ്റെ ഗോൾഡ് വിങ്ങിൻ്റെ പുറകിൽ ഇരുത്തിയിട്ട് ഞാൻ റൂമിൽ ഡ്രോപ്പ് ചെയ്തതാണ്. പിറ്റേന്ന് അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് മല്ലു ട്രാവൽ സ്പോട്ടഡ് വിത്ത് ഗേൾ ഫ്രണ്ട് എന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടുക. നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങൾ തീരും. കാരണം അവർക്ക് വേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്താൽ മാത്രമേ അവർ ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ, റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആരും എന്ത് പറഞ്ഞാലും മിണ്ടാതെ ഒഴിവാക്കി വിടാം. പക്ഷേ നമുക്ക് ഒരു സൈലൻ്റ് ആണ് എപ്പോഴും എന്ന് പറയുന്നത് ഇതിനുള്ള ഏറ്റവും വലിയൊരു ആൻസർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് സത്യം ആരുടെ ഭാഗത്താണെങ്കിലും അത് വിശ്വസിക്കപ്പെടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. സോ അത് ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഈ കേസിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എന്താ പറയുക, ആ ഒരു സമയത്ത് കേസ് എനിക്ക് അലിഗേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ലീഗൽ ടീമിനെ വിളിച്ചു, അഡ്വക്കേറ്റിനെ വിളിച്ചു. ഒമർ സലീമാണ് എൻ്റെ അഡ്വക്കേറ്റ്. പുള്ളിക്ക് ഞാൻ വിട്ടുകൊടുത്തു തന്നെ. പുള്ളി പറയുന്നതിനപ്പുറം ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തിട്ടില്ല. സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഞാനത് പറയേണ്ടതാണ്. പക്ഷേങ്കിൽ പുള്ളി എന്നോട് ഇത് ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പുള്ളി പറയുന്നത് പോലെ ഫോളോ ചെയ്തു. പക്ഷെ അതുകൊണ്ട് എനിക്ക് സക്സസ് ആയി. കാരണം ഈ കേസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് നമുക്ക് വിധി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ ഞാൻ വായി മൂടി കിട്ടിയിട്ടുണ്ട്, എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും. കാരണം എനിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വരുന്നു. ഞാൻ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആരോപണം വരുന്നു. മനസ്സിലാക്കേണ്ടത് ഞാൻ പല കുട്ടികളോട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവാം, പല ഫാമിലീസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും, ഞാൻ പല ഫാമിലീസിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും, അവിടെ കുട്ടികളൊക്കെ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഇവരൊക്കെ നമ്മളെങ്ങനെ കാണും? കാരണം ഒരു കുട്ടികളെ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും ഒരു വൃത്തിയായിട്ട് പരിപാടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടികളെ പീഡിപ്പിച്ചവൻ എന്ന രീതിയിലാണ്. കാരണം പോക്സോ എന്നവരും അങ്ങനെയാണ്. പക്ഷേ ഇവരറിയുന്നില്ലേ പരാതി കൊടുത്തയാൾ ഒരു 10, 28, 29 വയസ്സുള്ള യുവതിയാണെന്ന് ഇവരാരും അറിയുന്നില്ല. ഇപ്പോൾ അതാണ് സംഭവം. പക്ഷേ പോക്സോ എന്ന് പറയുമ്പോൾ കുട്ടികളെ പീഡന കേസായി മാറി. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു കപ്പിള്, അപ്പം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് അവർ ഡിവോഴ്സ് ആവുന്നത്. പക്ഷെ എപ്പോഴും ഡിവോഴ്സ് ആയിട്ടുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഭയപ്പെടും. അപ്പോൾ ഇനി പാസ്റ്റ് പോലെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് പുതിയ ലൈഫ് ചൂസ് ചെയ്യാൻ തന്നെ പേടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 25 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ.
കാരണം നിങ്ങളിപ്പം ഞാൻ കാര്യം ഒരുപാട് കപ്പിൾസ് ഉണ്ട് 18-19 വയസ്സിലൊക്കെ അവർ ഒരു സെക്ഷൽ അട്രാക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പുറത്ത് കല്യാണം കഴിക്കും. പക്ഷേങ്കിൽ അതല്ല നമുക്ക് മെച്യൂരിറ്റി വരണം അറ്റ്ലീസ്റ്റ് 25 ഇയേഴ്സ് ആണ്. എനിക്കൊക്കെ സംഭവിച്ചത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് തെറ്റുപറ്റലിന് കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോണ്ട് ഞാൻ 25 വയസ്സാകുന്നതിന് മുന്നേ ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു 25 വയസ്സ് വരെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലും പോവാതെ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോവാതെ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക 25 ഇയേഴ്സ് വരെ. 25 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ആണാണ് പെണ്ണാണെങ്കിൽ സെയിം. ഞാൻ ഒരിക്കലും രണ്ടിനും രണ്ടായിട്ട് കാണുന്നത്, രണ്ടിനും ഒന്നായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയി നിങ്ങളുടെ മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിന് പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുക. 100% നിങ്ങൾ ഡിവോഴ്സ് ആവില്ല, ആവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാൾ കല്യാണം കഴിക്കുന്നത്. അതല്ലാതെ ഒന്നും ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആസ്വാദനത്തിന് സുഖം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നങ്ങൾ വരും. ഡിവോഴ്സ് ആവുക എന്നുള്ള വലിയ സംഭവങ്ങളാണ്. ഇപ്പോൾ US ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവർ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഡിവോഴ്സ് ആയ ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. ഒരു കല്യാണത്തിൽ നിന്ന് ഒരു പ്രശ്നങ്ങളിലൂടെ അവർ പഠിച്ചു. അപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ അവർ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ നോക്കുകയും. നമുക്ക് പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ ഡിവോഴ്സ് ആയ ആൾക്കാർക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ആദ്യത്തെ ഭാര്യ പോയതിനു ശേഷം എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കല്യാണങ്ങൾ നോക്കി. പക്ഷെ ആർക്കും എന്നെ വേണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഒഴിവാക്കലായിരുന്നു. എന്നോട് പറഞ്ഞ് മോനെ ഒഴിവാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാമെന്നാണ്. ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ മോനെയാണ്. കാരണം ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ മോനെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവൻ എൻ്റെ കൂടെ വേണം തോന്നി. അപ്പം ആ സമയത്ത് എന്നെ ആർക്കും വേണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴുള്ള ഭാര്യനെ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ഡിവോഴ്സ് എന്നത് വലിയ സംഭവമൊന്നുമല്ല. ഒരു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിവോഴ്സ് ആക്കിയിട്ട് ആൾക്കാർ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഡിവോഴ്സ് ആക്കാതെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, ഡിവോഴ്സ് ആവും, വേറെ കിട്ടും. മലു ട്രാവലിനെ പരിചയമുള്ള എല്ലാ ആളുകളും പറയാറുണ്ട് മകന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ഒരു അച്ഛനാണെന്ന്. അപ്പം ഈ സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ മകനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ? ഇല്ല, അവനോട് ഞാൻ പറയുന്നത് നീ എപ്പോഴും അവൻ്റെ അനിയനെ നോക്കണം. അപ്പോൾ അവർ UAE ദുബായിലുള്ളത്. ഞാൻ വരുമ്പോഴും പറഞ്ഞത് നീ അനിയനെ നോക്കണം, ഉമ്മാനെ നോക്കണം. അവൻ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്, അവരൊക്കെ നല്ല ബോണ്ടാണ്. ഇപ്പം ഒരു ദിവസം എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സീനാണത് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് DNA ടെസ്റ്റ് എടുക്കണമായിരുന്നു. കാരണം അവൻ്റെ പിതാവ് ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇരിട്ടി സ്റ്റേഷനിൽ പോയി ബഹുമാനപ്പെട്ട CA കണ്ടു. പുള്ളി ഞങ്ങളുടെ കൂടെ പോലീസുകാരെ അയച്ചു. ഞങ്ങളങ്ങനെ പോലീസ് വണ്ടിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ അവനും അയച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇങ്ങനെ DNA ടെസ്റ്റിന് പോകുന്നതാണ്, ഞാൻ നിൻ്റെ ഉപ്പയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെന്ത് പപ്പേൻ്റെ പപ്പയല്ലേ? ഞാൻ പറഞ്ഞു അതല്ല, നമുക്ക് കോടതിയിൽ നമുക്ക് തെളിയിക്കണം, അതിനൊരു ഇതുണ്ട്. അല്ലല്ല, പപ്പ എൻ്റെ പപ്പ തന്നെയാണ്, ബ്ലഡ് നമ്മളൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അവനത് ഫീൽ ആവാൻ തുടങ്ങി. അവനൊരു പാനിക് മൂഡിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ബ്ലഡ് എടുത്തിട്ട് അവൻ ചോദിക്കും പപ്പ റിസൾട്ട് വന്നില്ല, ഓക്കെ അല്ലേ, പപ്പ തന്നെയല്ലേ? അവൻ ഏകദേശം ഒരു 1 വീക്കോളം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നതാ, നീ എൻ്റെ മോൻ തന്നെയാണ്, ഇനി കുഴപ്പമില്ല. അപ്പം അവന് ശരിക്കും അത് ഫീൽ ആവുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആള് മെച്യൂർഡാണ്. അവന് ഒരു ബ്രില്യൻ ഒരു മേഖലയിൽ അവൻ ഭയങ്കര ബ്രില്യൻ്റാണ്. ആ മേഖല തന്നെയാണ് അവന് ഫ്യൂച്ചറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം കാര്യങ്ങൾ അറിയാം, 2 മക്കൾക്കും കാര്യങ്ങളൊക്കെ അറിയാം, അത് കുഴപ്പമില്ല. ഇപ്പോൾ സത്യം ജയിക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കില്ല. നമ്മളതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഒരു വ്യക്തിയുടെ മുകളിൽ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ്. ഈ കൈ ഇങ്ങനെ പൊക്കുന്നത് പോലെയാണ്. ഇന്നയാൾ എന്നെ ഇന്നത് ചെയ്തു, ഇന്നയാൾ എന്നെ ഇന്നത് ചെയ്തു, കഴിഞ്ഞു, ആരോപണം കഴിഞ്ഞു. ഈ പൊക്കി വെച്ച സാധനം ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് താഴ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ 1-2 വർഷം വെയിറ്റ് ചെയ്യണം. അത്രയും കാലം ഈ ഒരു ഭാരം നമ്മുടെ തലയിലുണ്ടാവും. ഈ ഭാരം നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം. ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ജനങ്ങൾ നമ്മളോട് എങ്ങനെയാണ് പേരും അതൊക്കെ നമ്മൾ അനുഭവിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലൊരു ലീഗൽ ടീമിന് നോക്കണം, അതിനുള്ള സാമ്പത്തികപരമായിട്ട് അതിനുള്ള കാര്യങ്ങൾ കാണണം. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സത്യം തെളിയിക്കണം. അതല്ലാതെ ഒരിക്കലും വേറെ വഴിയില്ല. അതാണ്, തെളിവുകൾ വേണം എന്ന് പറയുന്നത് ലീഗലി. അപ്പം സത്യം ജയിക്കട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമസ്കാരം.